എസ് ഭാരത് നടനോത്സവം തുടരുകയാണ്. കലോത്സവത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് വേദിയിൽ മത്സരിച്ച് വിജയിച്ച രണ്ട് കുട്ടികളാണ് നമ്മോടൊപ്പം ഉള്ളത്. ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് സ്പീച്ചിൽ ഒന്നാം സ്ഥാനം നേടിയ നിമ്രയും അതോടൊപ്പം തന്നെ അറബിക് പദ്യം ചൊല്ലൽ അല്ലെ ഒന്നാം സ്ഥാനം നേടിയ കുട്ടിയുമാണ്. പേര് പറഞ്ഞ് റാനിയ മെഹ്റിനുമാണ്. അവർ രണ്ടുപേരുടെയും വിശേഷങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നിമ്രയിലേക്ക് തന്നെ പോകാം. നിമ്ര, എപ്പോഴായിരുന്നു മത്സരം? ഈ വൈകിയ വേളയിലായിരുന്നോ? വൈകിട്ടായിരുന്നോ മത്സരം? അല്ലല്ല, ഒരു ഉച്ചക്ക് 2 മണി 3 മണി. അത് കഴിഞ്ഞ് വേദികളിലൂടെയൊക്കെ ഒന്ന് കറങ്ങി ഇവിടെ എത്തി അല്ലേ? ചായയൊക്കെ കുടിച്ച് വളരെ സാവധാനം എത്തിയിരിക്കണം. അപ്പൊ പരമരം സ്കൂളിന്റെ പ്രൊഡക്റ്റ് ആണ് അല്ലേ? ആരാണ് പഠിപ്പിക്കുന്നത്, പരിശീലിപ്പിക്കുന്നത്, അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയൂ. മെയിൻലി എന്റെ ഇംഗ്ലീഷ് ടീച്ചർ ഷിബി മിസ്, പിന്നെ അതുപോലെ തന്നെ പാരന്റ് ഉമ്മ ഇതുപോലെ മത്സരങ്ങളൊക്കെ പങ്കെടുക്കുന്ന ആളാണോ? ആയിരുന്നു പണ്ട്. എന്നെ അങ്ങനെ തന്നെ ട്രെയിൻ ചെയ്ത് അതേ അമ്മയുടെ പാതയിൽ ഇങ്ങനെ നയിക്കുകയാണല്ലേ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്? അല്ല, ഉപ്പാപ്പയായിരുന്നു മെയിൻ ആയിട്ട് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ പരമ്പരാഗതമായിട്ട് കൈമാറി വരികയാണ് സ്പീച്ച്. അപ്പൊ പ്രസംഗം മലയാളത്തിൽ പറയാറുണ്ടോ? ഇല്ല, ഇംഗ്ലീഷ് ഓൺലിയാണ് നമ്മൾ പഠിക്കുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യ ഒരു ഭാഗം കുറച്ച് കേട്ടിട്ട് തിരിച്ചു വരാം. എന്നിട്ട് നമുക്കൊരു അറബിക് പദ്യം കേൾക്കാം. എന്നിട്ട് തിരിച്ചങ്ങോട്ട് പോകാം. ഓക്കെ? അപ്പൊ നമുക്കൊരു നല്ല ഭാഗം കുറച്ച്. ഓക്കെ? നമ്മളവിടെ ചെയ്ത സ്പീച്ച് ഉണ്ടല്ലോ, സ്പോട്ടിൽ കിട്ടിയ. ഞാനിപ്പോ ഒരു സ്പോട്ടിലൊരു സംഭവം തന്നാൽ അതിനെ കുറിച്ച് പറയാൻ പറ്റുമോ? അത്രയും എക്സ്പേർട്ട് അല്ല. അപ്പൊ അവിടെ കിട്ടിയത് എന്തായിരുന്നു? അതിനെ കുറിച്ച് തന്നെ പറയാമോ? ഓക്കെ. Respected judges, teachers, my dear sisters and brothers, when I talk about an unforgettable day in my life, the first thing that comes to my mind is my ambition. The ambition of every single little girl. It might be uncomfortable, but she said it. I am a feminist and I want to be a feminist. മനോഹരമായി പറയുന്നു. നല്ല കയ്യടി വരുന്നുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ സദസ്സിൽ നല്ല കയ്യടി കിട്ടിയിരുന്നോ? ആരാവാനാണ് ഭാവിയിൽ? ആരായിത്തീരണമെന്നാണ് ആഗ്രഹം? ആരായിത്തീരണമെന്നാണ് ആഗ്രഹം? ആരായിത്തീരണം എന്നല്ല, ഒരു പ്രതിഭയായി തീരണം. ഒരു പ്രതിഭയായി തീരണമെന്നാണ് ആഗ്രഹം. അടിപൊളി. അപ്പോൾ നീ ചേച്ചിയല്ലേ? ഇവിടെ കാര്യം ഇതിലാരാ മൂത്തത്? അപ്പോൾ ഇനി അനിയത്തിന്റെ വാക്കുകൾ കേൾക്കാം. എന്തങ്ങനെ പേടിച്ചേക്കുന്നത്? എല്ലാവരും നമ്മളെ നോക്കിയേക്കാണ്. വിശേഷങ്ങൾ പറയും. എങ്ങനെ ഉണ്ടായിരുന്നു അറബിക് പദ്യം ചൊല്ലൽ? കുഴപ്പമില്ല. ജഡ്ജസ്മാരൊക്കെ നോക്കി. അത് എത്ര പേരുണ്ടായിരുന്നു ജഡ്ജസ്? 3 അതിലെ സെന്ററിൽ ഇരുന്ന പുള്ളിയല്ലേ ഒരുമാതിരി ഒരു കണ്ണുരുട്ടിയ പോലത്തെ നോട്ടം നോക്കിയേ? ഇല്ല, 3 ഒരു കുഴപ്പമില്ലാത്തൊരു നോട്ടമായിരുന്നു അല്ലേ? കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു കുറച്ച് ഭാഗം ഒന്ന് ചൊല്ലി നോക്കിയാലോ? ഓക്കെ. ഇൻട്രൊഡക്ഷൻ പറയണോ? ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഒരു പഞ്ച് വരട്ടെ. العلم في صمت قاتل كم من الأطفال أبرياء مثلي أنا قد قتلوا على مر سنين أدعوكم لتوجيه انتباهكم الكامل إلى عزة. هذا الشعر كتبه نوشاد في بحر الرمل. فاعلات فاعلات فاعلون فاعلات فاعلات فاعلون في موسم القلب الكآبة تملأ ببكاء أطفال الفلسطين هووا. അടിപൊളി. സംസാരിച്ചതുപോലെയല്ല, സംഗീതത്തിലേക്ക് വന്നപ്പോൾ ആളുടെ ഭാവം ആകെ മാറി. ഒരു സിനിമാ പാട്ട് കൂടി പാടാൻ തോന്നുന്നുണ്ടോ? വേണമെങ്കിൽ പാടാം. ഓക്കെ, എന്നാ പിന്നെ പ്രേക്ഷകർക്ക് വേണ്ടി ആവാം. തേരാ മേരാ ജീവൻ ഏതോ കാലക്കേഴിലാണോ ലോല വായ പോകാം ലോകം കാണാത്തേരാ പാരാ ഞെട്ടി ഹൃദയം പൊട്ടി വഴിയും തെറ്റിയിടത്തി സെറ്റി നടുവിൽ ചുറ്റി അടിയും പൊട്ടി പണി കിട്ടി. ഹേ ബനാനെ ഒരു പൂ തരാമോ? ഹേ ബനാനെ ഒരു കായ് തരാമോ? പൂ കൊടുക്കാൻ അതിനാൽ വരണ്ടേ, ആളിരുന്നാൽ കയ്യിൽ കായ് വരണ്ടേ. മന്ദാകിനി ഒന്നാടുമോ ചെന്താമരേ എന്താമരേ
കണ്ടാലിനി ഒന്നാടുമോ പിന്നാലെ ഞാൻ ഒന്നാടുമേ. അടിപൊളി, ആൾ അപ്ഡേറ്റഡ് ആണ് കേട്ടോ. പുതിയ പാട്ടുകളാണ്, ഇപ്പൊ ട്രെൻഡിങ്ങിലുള്ള പാട്ടാണ് പാടുന്നത് അല്ലേ? സെറ്റ്. അപ്പൊ മോളുടെ സ്കൂൾ ഏതാണെന്നും പഠിപ്പിച്ച ആരാന്നും കൂടെ പറയണം, എന്നാലാണ് മൊത്തമാവുള്ളൂ. പറഞ്ഞു. GUPS തലപ്പുഴയാണ് സ്കൂള്. തലപ്പുഴയെന്നാണ് വരുന്നത്. പിന്നെ ഈ പാട്ടിനൊക്കെ സപ്പോർട്ടും പിന്നെ ഈ ഇതൊക്കെ എഴുതിയതൊക്കെ essay ഒക്കെ എഴുതിയത് നമ്മുടെ സ്വന്തം നൗഷ സാറാണ്. എഫേർട്ട് ആയിട്ട് തന്നെയാണ്. സ്വന്തം മാഷ് കൂടി ഇരിപ്പുണ്ടോ? ഇല്ല, പോയി. കുറെ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് നമ്മൾ നോക്കിയത്. അപ്പം നൗഷാദ് മാഷിന് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഈ വിജയം. വളരെ കഷ്ടപ്പെട്ടാണ് മാഷ് പഠിപ്പിച്ചത്, അത് ഓർത്തെടുക്കുകയാണ് അല്ലേ? അപ്പോൾ UP സ്കൂളിലാണ്. അപ്പോൾ കലോത്സവത്തിലെ അടുത്ത വേദികളിലേക്ക്, അടുത്ത ഹൈസ്കൂളിലേക്ക് എത്തുമ്പോഴാണ് സംസ്ഥാന തലത്തിലേക്ക് പോകാൻ പറ്റുക അല്ലേ? അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മുറുക്കി വെക്കുക, പാട്ടൊക്കെ ഒന്നുകൂടി ഒന്ന് തേച്ച് മിനിക്ക് സെറ്റായിട്ട് അടുത്ത വർഷം. ഇപ്പൊ 7 ഇപ്പൊ എത്രയില പഠിക്കണേ? 5. അപ്പൊ 2 വർഷം കാത്തിരുന്നിട്ട് അടുത്ത വർഷം പോവാം അല്ലേ? ഓക്കെ. അപ്പൊ 2 പേർക്കും ആശംസകൾ നേരുകയാണ്. പാട്ട് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അപ്പൊ 2 പേർക്കും ആശംസകൾ നേരുകയാണ്. 2 ദിക്കിലുള്ള 2 സ്കൂളുകളിൽ നിന്ന് വന്ന 2 മിടുക്കി കുട്ടികളാണ്. 2 പേർക്കും വിജയ വഴിയിൽ മുന്നേറാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. യെസ് ഭാരത് നടനോത്സവത്തിൽ മറ്റു കാഴ്ചകളിലേക്ക്.